നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പിയിൽ പുതിയ പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ടെൻഡർ ക്ഷണിച്ചതായി മുഹമ്മദ് മുഹസിൻ MLA അറിയിച്ചു. ഈ മാസം 26 വരെയാണ് ടെൻഡർ സ്വീകരിക്കാനുള്ള അവസാന തീയതി. 52 കോടിയോളം രൂപ ചെലവഴിച്ചാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. പട്ടാമ്പിയുടെ ചിരകാല സ്വപ്നമായിട്ടുള്ള പട്ടാമ്പി പാലം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ടെൻഡറിലേക്ക് പോവുകയാണെന്ന്. ഇന്ന് ഏറ്റവും സന്തോഷമുള്ള കാര്യം അതിൻ്റെ ടെൻഡർ നടപടി ആരംഭിച്ചു, അല്ലെങ്കിൽ ഇന്ന് ടെൻഡർ ചെയ്തു എന്നുള്ളതാണ്. 52,57,60,000 രൂപയാണ് അതിന് ചെലവ് വരുന്നത്, ടെൻഡറിലേക്ക് പോയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സ്ഥലമേറ്റെടുപ്പ് നടപടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. KRFBയുടെ ഉദ്യോഗസ്ഥരും കിഫ്ബിയും ഒക്കെ തന്നെ വലിയ രീതിയിൽ ഇത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ സാങ്കേതിക തടസ്സങ്ങളെല്ലാം നീക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയേണ്ട മന്ത്രി മുഹമ്മദ് റിയാസ് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തിട്ടുണ്ട്. തൃത്താല MLA കൂടിയായിട്ടുള്ള മന്ത്രി MP രാജേഷ് അടക്കമുള്ളവർ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ സഹായിച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും പട്ടാമ്പി പാലം എന്ന സ്വപ്നം അത് യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇന്ന് ടെൻഡർ ചെയ്തു എന്ന ഏറ്റവും വലിയ സന്തോഷ വാർത്ത തന്നെയാണ് അറിയിക്കാനുള്ളത്. കൂറ്റനാട് സെന്ററിന് സമീപം നിർത്തിയിട്ട ലോറിക്ക് പുറകിൽ കാറിടിച്ച് അപകടം. കൂറ്റനാട് പട്ടാമ്പി റോഡിൽ KCB സബ്സ്റ്റേഷന് സമീപം വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. റോഡരികിലായി നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പുറകിൽ പട്ടാമ്പി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ ഇടിക്കുകയായിരുന്നു. കൊച്ചുകുട്ടി ഉൾപ്പെടെയുള്ള യാത്രക്കാർ പരിക്കുകളേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപകടത്തിൽ കാറിന്റെ മുൻവശം തകർന്നു. കൂറ്റനാട് സെന്ററിൽ തണ്ണീർക്കോട് റോഡിൽ ലോറികൾ കൂട്ടിയിടിച്ച അപകടം ആർക്കും പരിക്കില്ല. കഴിഞ്ഞ ദിവസം വൈകിട്ട് 7 മണിക്കാണ് അപകടമുണ്ടായത്. മണ്ണുമായി പോകുകയായിരുന്ന ദേശീയപാത നിർമ്മാണ കരാർ കമ്പനിയായ ശിവാലയ ഗ്രൂപ്പിന്റെ ടോറസ് ലോറിയുടെ മുൻഭാഗത്ത് പൊന്നാനിയിൽ നിന്നും ഫർണിച്ചർ സാധനങ്ങളുമായി പോവുകയായിരുന്ന ലോറി ഇടിക്കുകയായിരുന്നു. ടോറസ് ലോറിയുടെ മുൻഭാഗത്തെ ലൈറ്റുകളും മറ്റും തകർന്നു. അപകടത്തെ തുടർന്ന് ഏതാനും സമയം കൂറ്റനാട് ഗതാഗത തടസ്സവുമുണ്ടായി. ചാലിശ്ശേരി പോലീസ് സ്ഥലത്തെത്തി ഗതാഗതം പുനഃസ്ഥാപിച്ചു. വിളയൂർ പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. നിരവധി പ്രവർത്തകർ മാർച്ചിൽ അണിനിരന്നു. വിളയൂർ പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണുക, തുടിക്കൽ ജലസേചന പദ്ധതി പ്രവർത്തനക്ഷമമാക്കുക, പെൻഷൻ അപേക്ഷകളിലെ രാഷ്ട്രീയ വിവേചനം അവസാനിപ്പിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മുസ്ലിം ലീഗ് വിളയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. നിരവധി പ്രവർത്തകർ മാർച്ചിൽ അണിനിരന്നു. തുടർന്ന് നടന്ന ധർണ മുസ്ലിം ലീഗ് പട്ടാമ്പി നിയോജകമണ്ഡലം പ്രസിഡന്റ് E. മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ തകർന്നു കിടക്കുന്ന ഗ്രാമീണ റോഡുകൾ ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്, വിളയൂർ PHCയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്, കർഷകരുടെ ആശാ കേന്ദ്രമായ തുടിക്കൽ ഇറിഗേഷൻ പദ്ധതി പ്രാവർത്തികമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവിടെ ഈ സമരം നടത്തിയിട്ടുള്ളത്. ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മുസ്ലിം ലീഗ് ഏറ്റെടുത്തിട്ടുള്ള സമരം വിജയം കാണാതെ പിന്മാറിയ ചരിത്രം മുസ്ലിം ലീഗ് പ്രവർത്തകന്മാർക്കില്ല. നിങ്ങൾ ഈ സമരം കഴിഞ്ഞാൽ ഈ പഞ്ചായത്ത് ഓഫീസുകളിലേക്കൊന്ന് കടന്നു നോക്കണം. അവിടുത്തെ ക്ലർക്കുമാരിരുന്ന് ബില്ലുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ തയ്യാറാക്കുന്ന ബില്ലുകൾ, അവർ തയ്യാറാക്കുന്ന വൗച്ചറുകൾ, ആ അക്വിറ്റൻസുകൾ ഇതിനു മുമ്പ് ഈ പഞ്ചായത്തിലെ കെട്ടിട നിർമ്മാണ അപേക്ഷകളിൽ നിന്ന് കവർന്നെടുത്ത പണം തിരിച്ചു നൽകാനുള്ള ബില്ലുകളാണ്. അതിനുള്ള വൗച്ചറുകളാണ് അവർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഹുസൈൻ കണ്ടേങ്കാവ് അധ്യക്ഷനായിരുന്നു. മുസ്ലിം യൂത്ത് ലീഗ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ഇസ്മയിൽ വിളയൂർ മുഖ്യപ്രഭാഷണം നടത്തി. ഇബ്രാഹിംകുട്ടി എടപ്പലം, K. കുഞ്ഞാപ്പു, C. മുഹമ്മദ് കുട്ടി, അബ്ദുറഹ്മാൻ, യൂസഫ്, M. അയൂബ്, മുഹമ്മദ് കുട്ടി കണ്ടേങ്കാവ്, സെയ്ദലവി, റഹീഷ്, ഷാഫി വരമംഗലത്തെ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഉറങ്ങിക്കിടന്ന ഭാര്യയെയും മക്കളെയും പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കൊല്ലാൻ ശ്രമിച്ച സംഭവത്തിൽ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുന്നംകുളം കിഴൂർ സ്വദേശി 53 വയസ്സുള്ള എഴുത്തുപുരക്കൽ ജിജിയെയാണ് ചങ്ങരംകുളം CI ഷെനിന്റെയും SI റോബർട്ട് ചിറ്റ്ലപ്പള്ളിയുടെയും നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. ഡിസംബർ 9 രാത്രി 12 മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം. ചങ്ങരംകുളം കല്ലൂർമയിൽ ഭർത്താവ് ജിജിയുമായി അകന്ന് വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു യുവതി. രാത്രി 12 മണിയോടെ യുവതിയും 2 പെൺമക്കളും ഉറങ്ങുന്നതിനിടെ പ്രതി ജിജി ഇവരുടെ താമസ സ്ഥലത്തെത്തി ജനൽ വഴി പെട്രോൾ ഒഴിച്ച ശേഷം തീയിടുകയായിരുന്നു.
ശബ്ദം കേട്ടുണർന്ന വീട്ടമ്മയും മക്കളും വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടിയതിനാൽ വലിയ ദുരന്തം ഒഴിവായി. സംഭവത്തിനുശേഷം ഒളിവിലായിരുന്ന പ്രതിയെ ചങ്ങരംകുളത്തു നിന്നും അന്വേഷണ സംഘം പിടികൂടി. പ്രതിക്കെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തു. സംഭവസ്ഥലത്ത് ഫോറൻസിക് വിഭാഗവും വിരലടയാള വിദഗ്ധരും തെളിവെടുപ്പ് നടത്തി. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷം പൊന്നാനി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. CCTV ന്യൂസ് കുന്നംകുളം. ചാലിശ്ശേരി കൗക്കോട് MMALP സ്കൂളിലെ ടർഫ് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം വിക്ടർ മഞ്ഞില ഉദ്ഘാടനം ചെയ്തു. പ്രൈമറി തലത്തിൽ തന്നെ കായിക രംഗത്തിന്റെ പ്രോത്സാഹനത്തിനു വേണ്ടി ആധുനിക രീതിയിൽ അധ്യാപകരുടെ നേതൃത്വത്തിൽ കളിസ്ഥലം നിർമ്മിച്ചത് മാതൃകാപരമെന്ന് അദ്ദേഹം പറഞ്ഞു. പല സ്കൂളുകളും അവരുടെ നമുക്ക് കഴിഞ്ഞ കാലഘട്ടത്തിൽ കാണാൻ കഴിയുന്ന കാര്യമാണ്. സാധാരണ +2 വരുന്ന സമയത്ത് ഒരുവിധം ഒരു 99% സ്കൂളുകളും കുട്ടികൾക്ക് ഏറ്റവും സന്തോഷം പകരുന്ന കളിക്കളങ്ങളാണ് അവർ കയ്യേറിയത്. ആ കയ്യേറിയിട്ട് അവിടെ വലിയ വലിയ സൗഹൃദങ്ങൾ കെട്ടി +2 വേണ്ടി ക്ലാസ്സിൽ ഒരുക്കുന്ന ഒരു കാഴ്ചയാണ് ഇതുവരെ കണ്ടിരുന്നത്. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഇവിടെ ഈ ഒരു പരിമിതിക്കുള്ളിൽ കൊണ്ട് തന്നെ ഈ ഒരു ഗ്രാമത്തിൽ ഇത്രയൊരു ആശയം കൊണ്ടുവന്ന് അതിനെ മുൻകൈ എടുത്തുകൊണ്ട് ഇതുപോലെ ഗ്രൗണ്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയ ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇവിടുത്തെ കുട്ടികൾക്കും അതുപോലെ തന്നെ ഇത് അനുഭവിക്കുകയിൽ പുറത്തുനിന്ന് കളിക്കുന്ന ആൾക്കാർക്കും കൂടി ഇത് ഉപയോഗിക്കാനുള്ള അവസരം കിട്ടാനായി അത് അവരുടെ ഭാവിക്ക് വളരെയധികം സഹായിക്കുന്ന തരത്തിൽ സംശയമില്ല. മാനേജർ M. അബ്ദുറഹ്മാൻ, മുൻ കേരള ഫുട്ബോൾ ടീം പരിശീലകൻ MM ജേക്കബ്, ടൈറ്റാനിയം സ്പോർട്സ് ഡയറക്ടർ ഇട്ടി മാത്യു, ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ, ആനി വിനു, ബാബു നാസർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ സൗഹൃദ ഫുട്ബോൾ മത്സരം നടന്നു. ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിനിടെ ഫുട്ബോൾ മത്സരം നടക്കുന്നതിനിടെ സംഘർഷം. മലബാർ എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന ഫുട്ബോൾ മത്സരത്തിലാണ് സംഘർഷമുണ്ടായത്. ആറ്റുപുറം, ബ്ലൂ ഡയമണ്ട്സ്, D ഗ്രൂപ്പ്, ദേശമംഗലം ഗ്രൂപ്പുകൾ തമ്മിൽ നടന്ന സെമിഫൈനൽ മത്സരത്തിനിടെ നടന്ന വാക്കുതർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. വാക്കുതർക്കം സംഘർഷത്തിലെത്തിയതോടെ നാട്ടുകാർ ചെറുതുരുത്തി പോലീസിൽ വിവരം അറിയിക്കുകയും തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു. കേരളോത്സവങ്ങളിൽ സംഘർഷ സാധ്യത ഒഴിവാക്കാൻ ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കാത്തത് വലിയ ജനകീയ പ്രതിഷേധമാണ് ഉയരുന്നത്. വിവിധതരം വ്യായാമ മുറകളെ ഏകോപിപ്പിച്ച് പൊതുജനാരോഗ്യ നന്മയ്ക്ക് വേണ്ടി രൂപം നൽകിയ MEX7 ഹെൽത്ത് ക്ലബിന്റെ പട്ടാമ്പി മേഖലാതല ഉദ്ഘാടനം ഈ മാസം 15-ന് ഓങ്ങല്ലൂരിൽ നടക്കുമെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ ഹെൽത്ത് ക്ലബിനെ കുറിച്ചുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും സംഘാടകർ വ്യക്തമാക്കി. വിവിധതരം വ്യായാമ മുറകളെ ഏകോപിപ്പിച്ച് വിമുക്തഭടനായ ക്യാപ്റ്റൻ സലാഹുദ്ദീൻ പൊതുജനാരോഗ്യ നന്മയ്ക്ക് വേണ്ടി രൂപം നൽകിയ മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ MEX7 ഹെൽത്ത് ക്ലബിന്റെ പട്ടാമ്പി മേഖലാതല ഉദ്ഘാടനം ഡിസംബർ 15-ന് ഓങ്ങല്ലൂർ അൽഹുദ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ 6:30-ന് VK ശ്രീകണ്ഠൻ MP ആണ് MEX7 ഹെൽത്ത് ക്ലബിന്റെ മേഖലാതല ഉദ്ഘാടനം നിർവഹിക്കുക. MEX7 സ്ഥാപകൻ ക്യാപ്റ്റൻ സലാഹുദ്ദീൻ, അംബാസഡർ അറക്കൽ ബാവ തുടങ്ങി രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പരിപാടിയിൽ പങ്കെടുക്കുമെന്നും ഇവർ അറിയിച്ചു. MEX7 എന്ന് പറയുന്ന ഒരു വ്യായാമ മുറ, അതിൻ്റെ പട്ടാമ്പി മേഖലാതല ഉദ്ഘാടനം ഈ ഡിസംബർ 15-ാം തീയതി പൂക്കപ്പടിയിലുള്ള അൽഹുദ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ബഹുമാനപ്പെട്ട പാലക്കാട് MP ശ്രീ VK ശ്രീകണ്ഠൻ അവറുകളാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. MEX7 ഫൗണ്ടർ ക്യാപ്റ്റൻ ഡോക്ടർ സലാഹുദ്ദീൻ സാറ്, അതുപോലെ തന്നെ MEX7 വേൾഡ് അംബാസിഡർ അറക്കൽ ബാവ സാഹിബ് എന്നിവർ ഈ പരിപാടിയിൽ പങ്കെടുക്കും. അതുപോലെ തന്നെ പട്ടാമ്പി നഗരസഭ വൈസ് ചെയർമാൻ TP ഷാജി, ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് TP രജീഷ്. ജീവിതശൈലി രോഗങ്ങൾ കൂടി വരുന്ന ഇക്കാലത്ത് ചികിത്സയേക്കാൾ പ്രസക്തിയുണ്ട് വ്യായാമത്തിനെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് MEX7 ഹെൽത്ത് ക്ലബിന്റെ പ്രവർത്തനം. ആരോഗ്യമുള്ള ജനത, ആരോഗ്യമുള്ള സമൂഹം എന്നതാണ് ഇവ ലക്ഷ്യമിടുന്നത്. പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ് തുടങ്ങി മറ്റു ജില്ലകളിലെല്ലാം MEX7 നിരവധി യൂണിറ്റുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. പാലക്കാട് ജില്ലയിലും ഇതിനകം നിരവധി യൂണിറ്റുകൾ ആരംഭിച്ചതായും ഇവർ പറഞ്ഞു. 5 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ളവർ വിവിധ ക്യാമ്പുകളിൽ പങ്കെടുക്കുന്നുണ്ട്. എയറോബിക്സ്, യോഗ, അക്യുപ്രഷർ, മെഡിറ്റേഷൻ, മസാജിംഗ്, ഫിസിയോതെറാപ്പി എന്നിങ്ങനെ 7 വ്യത്യസ്ത വ്യായാമ മുറകളിലായി 21 ഇനങ്ങളിലായാണ് പരിശീലനം നൽകുന്നത്. 7 എക്സസൈസുകളെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് 21 ഐറ്റമാക്കിയിട്ടാണ് ചെയ്യുന്നത്.
ഏകദേശം 28 മിനിറ്റ് കൊണ്ട്, 25 മിനിറ്റാണ് ശരിക്കും പറയുന്നത്, 28 മിനിറ്റ് 30 മിനിറ്റിനുള്ളിൽ എല്ലാ സെൻറ്ററുകളിലും അത് തീരുന്നുണ്ട്. വളരെ ലളിതമായി, ഞാൻ പറഞ്ഞല്ലോ, ഏത് പ്രായക്കാർക്കും ലളിതമായി ചെയ്യാൻ കഴിയാവുന്ന ഒരു എക്സസൈസ്. ഈ എക്സസൈസുകൾ ചെയ്യുമ്പോൾ നമുക്ക് സാമ്പത്തികമായി യാതൊരു ചെലവുകളുമില്ല. ഇതിന് ഒരു ഫീസില്ല, മറ്റ് സാമ്പത്തികമല്ലാത്ത രീതിയിലുള്ള ഒരു നിലക്കുള്ള ഒരു കോമ്പൻസേഷനും സ്വീകരിക്കുന്ന ഏർപ്പാട് ഇതിലില്ല. പൂർണ്ണമായും ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക എന്ന കാഴ്ചപ്പാടോടുകൂടി നടത്തുന്ന ഒരു വ്യായാമ മുറയാണ്. ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മുക്തി നൽകി മാനസിക ശാരീരിക ഉന്മേഷം പ്രദാനം ചെയ്യുന്ന വ്യായാമ മുറകളാണ് മെക്സെവൻ നൽകുന്നതെന്നും ജാതിമത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് നിർത്തി മാതൃകാപരമായാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നും സംഘാടകർ പറഞ്ഞു. വിദേശത്തും സ്വദേശത്തുമായി 600ഓളം യൂണിറ്റുകളിലായി 1/2 ലക്ഷത്തിൽ പരം ആളുകൾ ഇത് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. മെക്സെവനുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഇവർ കൂട്ടിച്ചേർത്തു. വലിയൊരു ലോബി ശരിക്കും ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഈ ആളുകളൊക്കെ ആശുപത്രികളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഇപ്പോൾ മെഡിക്കൽ ഷോപ്പിലൊക്കെ അന്വേഷിച്ചാൽ ഈ ഡെയിലി കുടിക്കുന്ന ചില മരുന്നുകളൊക്കെ ഉണ്ടല്ലോ, ഗ്യാസിനും പിന്നെ ഇൻസുലിൻ അടക്കം നിർത്തിയ ആളുകളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ലോബി ഉണ്ടോ എന്ന് സംശയിച്ചു പോവാം. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, വിമർശിക്കുന്നവർ നിങ്ങൾ വരിക, തൊട്ടടുത്ത സെൻറ്ററിൽ പോവുക, അവിടെ ഒരു 10 ദിവസം പങ്കെടുക്കുക, എന്നിട്ട് നിങ്ങൾ അതിനെ വിമർശിക്കുക. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ ജമാൽ പരവയ്ക്കൽ, പി സേതലവി, ഷൗക്കത്ത് അലി കാരക്കാട്, ഇല്യാസ് വരമംഗലത്ത്, മൊയ്തീൻകുട്ടി വാടാനംകുറിച്ചി എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. വിളയൂർ തുടിക്കൽ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ തകരാറിലായ ട്രാൻസ്ഫോമറിന് പകരം താൽക്കാലിക ട്രാൻസ്ഫോമർ വെച്ച് ജലസേചനം ആരംഭിക്കാൻ തീരുമാനമായി. തകരാറിലായ ട്രാൻസ്ഫോമർ ശരിയാക്കാൻ ആവശ്യമായ നടപടികളും സ്വീകരിച്ചതായി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ചെറുകിട ജലസേചന വകുപ്പിന്റെ പാലക്കാട് ഡിവിഷനിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള സംഘം തുടിക്കൽ പദ്ധതി സന്ദർശിച്ചു. ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലാണ് വെളിയൂർ പഞ്ചായത്തിലെ തുടിക്കൽ ചെറുകിട ജലസേചന പദ്ധതിയുടെ ട്രാൻസ്ഫോമർ തകരാറിലായത്. ഇതേ തുടർന്ന് ഏക്കറക്കണക്കിന് കൃഷിയിടത്തിലേക്കുള്ള ജലസേചനം മുടങ്ങിയിരുന്നു. മഴ വിട്ടുനിൽക്കുന്ന സാഹചര്യത്തിൽ കൃഷിയിടത്തിലേക്ക് വെള്ളം എത്തിക്കാൻ കഴിയാതെ കർഷകരും ആശങ്കയിലായിരുന്നു. ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങളും ഉയരുകയുണ്ടായി. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെയും CPM-ന്റെയും കർഷകരുടെയും എല്ലാം നേതൃത്വത്തിൽ പാലക്കാട് ചെറുകിട ജലസേചന വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസും ഉപരോധിച്ചിരുന്നു. ഇതിന്റെ എല്ലാം ഫലമായാണ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പദ്ധതി പ്രദേശം സന്ദർശിച്ചത്. ചെറുകിട ജലസേചന വകുപ്പ് പാലക്കാട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിജുവിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘമായിരുന്നു കഴിഞ്ഞ ദിവസം തുടിക്കലിൽ എത്തിയത്. താൽക്കാലിക ട്രാൻസ്ഫോമർ സ്ഥാപിച്ച് കൃഷിക്കാവശ്യമായ ജലസേചനം നടത്തുവാൻ തീരുമാനിച്ചതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. തകരാറായ ട്രാൻസ്ഫോമർ ഉപയോഗപ്രദമാക്കുവാനും തീരുമാനമായിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ 69 ലക്ഷം രൂപ ചെലവിൽ പുതിയ ട്രാൻസ്ഫോമർ സ്ഥാപിക്കാനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. പഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ, ഗ്രാമപഞ്ചായത്ത് അംഗം T ഷാജി, KV ഗംഗാധരൻ, UK വിജയൻ, VP സൈനുദ്ദീൻ, സലീം മാലിക് തുടങ്ങിയവരും ഉദ്യോഗസ്ഥർക്കൊപ്പം ഉണ്ടായിരുന്നു. ട്രാൻസ്ഫോമർ കത്തിയതിനെ തുടർന്ന് നമ്മൾ 15 ലക്ഷത്തിന് ട്രാൻസ്ഫോമർ റിപ്പയർ ചെയ്യാനുള്ള എസ്റ്റിമേറ്റ് സെക്രട്ടേറിയറ്റ് വരെ കൊടുത്തിരുന്നു. പക്ഷെ അത് പാസ്സായില്ല. ഈ പാസ്സാവാൻ വൈകിയുണ്ട് നമ്മൾ തൽക്കാലം 1 മാസത്തേക്ക് വാടക എടുക്കാനുള്ള ഒരു ഇതിൽ സിവിൽ വർക്കിൽ വന്ന പൈസയിൽ ഇത് വാടക എടുക്കും. ആ വാടക എടുക്കുന്ന ഈ 1 മാസത്തിനുള്ളിൽ തന്നെ മറ്റേത് പാസ്സായിട്ടുണ്ട്, മന്ത്രി ഒപ്പിട്ടിട്ടുണ്ട്. അത് ജിയോ ആവുന്നത് താമസമുള്ളൂ. ജിയോ ആവുന്നതിന് മുമ്പ് ഈ 1 മാസത്തിനുള്ളിൽ തന്നെ അത് ടെൻഡർ ചെയ്ത് റിപ്പയർ ചെയ്ത് അത് മാറ്റി സ്ഥാപിക്കും. അപ്പോൾ 3 പ്രവൃത്തികളാണുള്ളത്. ഒന്ന് വാടക എടുക്കൽ, ഒന്ന് റിപ്പയർ ചെയ്യൽ, പിന്നെ 65 ലക്ഷത്തിന് ഇത് പുതിയ ട്രാൻസ്ഫോമർ അത് സർക്കാരിന് കൊടുത്തിട്ടുണ്ട്. അത് പാസ്സാവുന്ന മുറയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ 2 കാര്യങ്ങളും പാസ്സാവുന്നതിൻ്റെ അടുത്ത് ഒരെണ്ണം പാസ്സായതിൻ്റെ ജിയോ ആയിട്ട് ആവുന്നുള്ളൂ, മന്ത്രി ഒപ്പിട്ടിട്ടുണ്ട്. ഒരെണ്ണം ടെൻഡർ കഴിഞ്ഞ് വെള്ളിയാഴ്ച ഓപ്പൺ ചെയ്യും. അതിനോടൊപ്പം തന്നെ ട്രാൻസ്ഫർ ഇവിടെ കൊടുക്കാനുള്ള നടപടികളൊക്കെ ആവും. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.